എത്ര വിധത്തിലുള്ള ചലനങ്ങൾക്കാണ് ഭൂമി വിധേയാകുന്നത്. പക്ഷേ ആ ചലനങ്ങളൊന്നും ഭൂമിക്കകത്ത് ജീവിക്കുന്ന നമ്മൾ അറിയുന്ന പോലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മണിക്കൂറിൽ 1600 കിലോമീറ്ററിൽ ഭൂമി തിരിയുന്നുണ്ട്. തിരിയുന്നതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ ചുറ്റാൻ വേണ്ടി 1,70,000 കിലോമീറ്റർ പെർ ഹവർ, മണിക്കൂറിൽ 1,70,000 കിലോമീറ്ററിൽ ഭൂമി സൂര്യന് നേരെ നീങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി സൂര്യൻ അടങ്ങുന്ന സൗരയുധം മൊത്തത്തിൽ നമ്മുടെ ഗാലക്സി, നമ്മുടെ മിൽക്കി വേക്ക് ചുറ്റും 7,20,000 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള വേഗതയിൽ ഈ ഗാലക്സിക്ക് നേരെ നമ്മുടെ സൗരയുധം ചലിക്കുന്നുണ്ട്. അപ്പൊ പലതരം ചലനങ്ങൾ, ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഓരോ മണിക്കൂറിലും നമ്മളെയും കൊണ്ട് ഈ ഭൂമി 45 ലക്ഷം കിലോമീറ്റർ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഓരോ മണിക്കൂറും സ്പേസിലൂടെ 45 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അതായത് സെക്കൻഡിൽ 1200 കിലോമീറ്റർ. ഓരോ സെക്കൻഡിലും 1200 കിലോമീറ്റർ നമ്മൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ ഒന്നും അറിയുന്ന പോലുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അറിയുന്ന പോലില്ല. കാരണം അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സ്റ്റേബിൾ ആക്കി തന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാഫിറിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഇളകാത്ത രൂപത്തിലാക്കി തന്ന. ഖറ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുക, ഫിക്സ് ചെയ്യുന്നതിനാണ് ഖറ എന്നുള്ള പദം കൊണ്ട് വിഭജിക്കുന്നത്. അത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭപാത്രത്തെ സംബന്ധിച്ചും സൂറത്തുൽ മുർസലാത്തിന്റെ 21-ാമത്തെ വചനത്തിൽ ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ, അതിനെ ഭദ്രമായിട്ടൊരു സങ്കേതത്തിൽ വെച്ചു എന്ന് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയുടെ ഗർഭപാത്രത്തിൽ, ഭൂമിയാകുന്ന ആ ഗർഭപാത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ യാത്രയിലുള്ള 2 സ്റ്റേജുകളാണ്. രണ്ടും നമുക്കറിയാം, രണ്ടും ശാശ്വതമല്ല. പക്ഷെ ശാശ്വതമല്ലാത്ത ഈ 2 കേന്ദ്രങ്ങളും നിങ്ങൾക്ക് വേണ്ടി യഥാക്രമത്തിൽ സംവിധാനിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, സിട്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഭാരം അനുഭവപ്പെടുന്നത്. അപ്പൊ ഭാരമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. ഇപ്പൊ സ്പേസിലെല്ലാം പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അത് മാത്രമല്ല, നമ്മൾ മാത്രമല്ല, ഭൂമിയിലുള്ള പാറകളും മലകളും അതേപോലെ തന്നെ കടലിലുള്ള ജലം അടക്കം അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതൊന്നും സംഭവിക്കാതിരിക്കുന്നത്, എല്ലാത്തിനെയും യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു ബലാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അന്തരീക്ഷ വായുവിനെ പോലും നിലനിർത്തുന്നത് ഗുരുത്വാകർഷണമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിട്ടുള്ളത് പോലും അതിനോട് പ്രതികരിക്കുന്ന രൂപത്തിലാണ്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ പ്രഷറെല്ലാം കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഗുരുത്വാകർഷണം. അതാണ് സ്പേസിൽ പോയ ആളുകളുടെ BP കുറയാൻ കാരണമാണ്.